welcome back to my YouTube channel. Oh, we have a happy news. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു സാഡ് ന്യൂസ് കൂടി ഫസ്റ്റ് തന്നെ അത് പറയാം. നമ്മുടെ ഈ പ്രാവശ്യത്തെ കാർണിവലിൻ്റെ എല്ലാ പ്രോഗ്രാംസും കാർണിവൽ കമ്മിറ്റി റദ്ദാക്കി. അതായത് ദേ ഹാവ് ക്യാൻസൽഡ് ഓൾ ഓഫ് ഇറ്റ്. മുമ്പാണ് ഈ ന്യൂസ് കിട്ടിയത്. സോ ഞാൻ ഇന്നപ്പോൾ വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കാരണം യെസ്റ്റർഡേ തൊട്ട്, അതായത് 26 or 27th ഡിസംബർ തൊട്ട് പിന്നെ അങ്ങോട്ട് ജാനുവരി 1st വരെ പ്രോഗ്രാംസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാർണിവലിൽ കുറേ DJ കാര്യങ്ങൾ പരിപാടി, പിന്നെ നമ്മുടെ പപ്പാനി കത്തിക്കലൊക്കെ ഉണ്ടായിരുന്നു. കണ്ടല്ല, നമ്മുടെ ഫോമർ പ്രൈം മിനിസ്റ്ററായ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ മരണത്തെ തുടർന്നാണ് അവരിത് റദ്ദാക്കിയത്. And I got the opportunity to see Manmohan Singh in person. ഞാൻ സെയിൻറ്റ് ട്രീസാസ് കോളേജിൽ നമ്മുടെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എനിക്ക് മൻമോഹൻ സിംഗിൻ്റെ ഒരു ക്ലാസ് കിട്ടിയായിരുന്നു, വിച്ച് ഈസ് ഗ്രേറ്റ്. സോ ഐ പ്രേ ഫോർ ഹിസ് സോൾ ടു റെസ്റ്റ് ഇൻ പീസ്. ആൻഡ് ഇതിപ്പോൾ ഇനി എങ്ങനെയാവും എന്നുള്ളത് അറിയില്ല. ആക്ച്വലി ഇന്ന് തൊട്ട് എന്തോ DJ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് എന്തായാലും പോയി നോക്കാം അവിടെ എന്താണ് അവസ്ഥ. ഇന്നിപ്പോൾ അവിടെ പരിപാടി നടക്കുമോ അല്ലെങ്കിൽ നാളെ തൊട്ടാണോ എന്താ ഫുൾ കൺഫർമേഷൻ ഒന്നും ഇല്ല. നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം. ഹാപ്പി ന്യൂസ് വേറെ ഒന്നുമല്ല, വെളിയിലെ നമ്മുടെ ഗാലാഡി ഫോർട്ട് കൊച്ചിയുടെ പപ്പാനീനെ കത്തിക്കാൻ വേണ്ടി ഹൈക്കോടതിയിൽ നിന്ന് നമുക്ക് സമ്മതം കിട്ടി, വിച്ച് ഈസ് ഗ്രേറ്റ്. ഇതിപ്പോൾ കാർണിവലിൻ്റെ ഈ ന്യൂസ് കാരണം ഐ എം നോട്ട് ഷ്യൂർ അവരുടെ അവിടെ ഇനിയിപ്പോൾ പപ്പാനി കത്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വെളിയിലായിരിക്കും പപ്പാനി. പക്ഷെ അതുമാത്രമല്ല, നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ എല്ലാ വർഷവും 500-ൽ പരം പപ്പാനികളെ കത്തിക്കുന്നുണ്ട് പല സ്ഥലം. അപ്പോൾ ഈ പ്രാവശ്യം വെളിയിലായിരിക്കും നമ്മുടെ പപ്പാനി കത്തിക്കൽ. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അവിടെ പോയി കാണാം. സോ ലെറ്റ്സ് ഗോ. പരിപാടികളും ക്യാൻസൽ ചെയ്തു. ഇന്നെന്തോ DJ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം മമ്മി പറഞ്ഞത്, മമ്മി ഇതിൽ പോയിട്ടുണ്ടായിരുന്നു, സ്റ്റേജ് അഴിക്കണേണെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം എന്താ ഇവിടുത്തെ അവസ്ഥയെന്ന്. പക്ഷെ പാവം കുറേ ആൾക്കാർ എക്സ്പെക്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അവർ സ്റ്റേജൊക്കെ അഴിക്കണയാണ്. ഇന്നലെ ആൾക്കാരെ അറിയിച്ചായിരുന്നെങ്കിൽ കുറേ പേര് വന്നിട്ടുണ്ട് ഇന്ന് പരിപാടി ഉണ്ടാവും എന്ന് പറഞ്ഞ്. ഇന്നലെ ആൾക്കാരെ അറിയിച്ചായിരുന്നെങ്കിൽ ഇത്രയും പേര് വരില്ലായിരുന്നു. ഇതിപ്പോൾ ഇന്നിപ്പോൾ പ്രോഗ്രാംസ് ഉണ്ടാവില്ലെന്നാണ് തോന്നുന്നത്. ഇന്ന് തൊട്ട് എന്തായാലും സ്റ്റോപ്ഡ് ആണ്. കണ്ടിട്ട് പരിപാടി നടക്കില്ലെന്ന് തോന്നുന്നു. പക്ഷെ ആൾക്കാർ പാവങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതാണ്. കൂടാൻ വന്ന ആൾക്കാരൊക്കെ ഇപ്പൊ താഴ്ത്തിയിരിക്കലായി. എനിക്ക് തോന്നുന്നു ഇന്നലെ തന്നെ ഇൻഫോം ചെയ്തായിരുന്നെങ്കിൽ ആൾക്കാരൊന്നും ചിലപ്പോൾ വരില്ലായിരുന്നു. ഇതിപ്പോൾ ഇനിയും അപ്ഡേറ്റ്സ് ഉണ്ടാവും. എന്തായാലും ഞാൻ നിങ്ങളെ അറിയിക്കാം. ഇതുവരെ ഇപ്പോൾ എല്ലാ കാർണിവൽ കമ്മിറ്റി നടത്തുന്ന എല്ലാ പരിപാടികളും റദ്ദാക്കി എന്നാണ് വന്നത്. കുറച്ച് നേരത്തെങ്കിലും അറിയിച്ചാൽ മതിയായിരുന്നു. ഒരു ആഫ്റ്റർനൂൺ ആണെങ്കിലും ആൾക്കാർ വരില്ലായിരുന്നു. ഗ്രൗണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് വെറും 200 മീറ്റർ പോലും ഇല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വരാൻ പറ്റി. ഇന്നിപ്പോൾ തിരക്കും ഇല്ല. തിരക്കുണ്ട്, നമ്മൾ വെളിയിലോട്ട് പോയിട്ടില്ല. വെളിയിൽ എന്തായാലും തിരക്കുണ്ടാവും. അപ്പോൾ നമുക്കിനി അവിടെയൊക്കെ പോയി നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. ഇതിപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ പാവങ്ങൾ പിള്ളേരൊക്കെ താഴ്ത്തിരിക്കണം. എനിക്ക് തോന്നുന്നു ചിലവർ ന്യൂ ഇയർ പ്രമാണിച്ച് നേരത്തെ തന്നെ ദൂരത്തു നിന്നൊക്കെ വന്നിട്ടുണ്ടാവും. സാന്റാക്ലോസിനെ ഒന്ന് നേരത്തെ ബിൽഡ് ചെയ്യാഞ്ഞത് നന്നായി. അല്ലെങ്കിൽ പിന്നെ മൊത്തം ചെയ്ത് കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ അവർക്കും നഷ്ടം. ഇതിപ്പോൾ ഇവരൊന്നും ചെയ്തിട്ടില്ല. പ്രോഗ്രാംസ് ആകെ ഇന്നലെ എന്തോ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. നാദർഷായുടെ എന്തോ ഷോ. വേറൊരു പരിപാടി ഇതുവരെ കാർണിവൽ നടത്തിയിട്ടില്ല. അതുകൊണ്ട് അവർക്കധികം നഷ്ടം ഉണ്ടാവില്ലെന്ന് വിശ്വസിക്കാം. പിന്നെ ഇപ്പോൾ സ്പോൺസർമാരെ കാശൊക്കെ തിരിച്ചു കൊടുക്കുക എങ്ങനെയാണ് ഇതിൻ്റെ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് കുറച്ച് പേര് വന്ന് ഇവിടെ നിൽക്കുമ്പോൾ ചോദിക്കണായിരുന്നു DJ എവിടെയാ. കാരണം കുറേ പേർക്കൊന്നും ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. അതും എനിക്ക് തോന്നുന്നു അവരുടെ രജിസ്ട്രേഷൻ 8 എന്തായിരുന്നു അല്ലേ. ദൂരത്തുനിന്നൊക്കെ വന്ന ആൾക്കാരാ. ഇനിയിപ്പോൾ നാളെ ആവുമ്പോഴേക്കും ആൾക്കാർ അറിയും. ഇതിപ്പോൾ കുറച്ച് മുന്നേ ആയിട്ടത്, വിച്ച് ഈസ് വെരി ബാഡ് അല്ലേ. കുറേ ആൾക്കാർ ഇപ്പോഴും അവിടെ നിന്ന് നടന്ന് ഇങ്ങോട്ട് വന്നെയാ DJ എവിടെയാന്ന് തപ്പി നടക്കണയാ. ഇവിടെ നല്ല തിരക്കുണ്ട്. ഇവിടെ എല്ലാ ദിവസത്തെയും പോലെ നല്ല തിരക്കുണ്ട്. ഇവിടെ നിന്ന് നടന്നു പോണുണ്ട്. പെരേഡിലോട്ടാണോ പോകുന്നതെന്ന് എനിക്ക് അറിയില്ല. ഗായ്സ്, ഇവിടെ ലൈക്ക് യൂഷ്വൽ നല്ല തിരക്കുണ്ട്. എന്താണ് ഉള്ളിലത്തെ അവസ്ഥ എന്ന് മമ്മിനോടും അച്ഛനോടൊക്കെ ചോദിക്കാം. ആദ്യം അവരെ കണ്ടുപിടിക്കണം.
പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും ഈ പ്രാവശ്യം. അപ്പൊ നമ്മുടെ വെളിയിൽ മാത്രം ഒക്കെ ഉണ്ടായിരുന്നാ പറഞ്ഞത്. മൻമോഹൻ സിംഗിനെ ആദരിച്ചു. മോഹൻ ആദ്യമായിട്ടാണ് ഇവിടെ മര്യാദക്ക് പപ്പാനിനെ കാണാൻ വരുന്നത്. വർക്കുള്ളതുകൊണ്ട് ഇപ്പോഴാണ് വരുന്നത്. ഇത് ഫുള്ള് അവര് ഇങ്ങനെ ചുറ്റും കിട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കത്തിക്കുന്നോണ്ട് ഫുള്ള് ഇവര് കെട്ടിയിട്ടുണ്ട് ഉള്ളിലോട്ട് ആരും കടക്കാതിരിക്കാൻ. പിന്നെ ഫുൾ സർവൈലൻസ് ക്യാമറാസും പോലീസ് പ്രൊട്ടക്ഷൻ ബാരിക്കേഡ് എല്ലാ സംവിധാനങ്ങളും സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി തൊട്ട് ഇവിടെ നടത്തുന്നത് നല്ലത്. കാരണം ഇവിടെ കുറച്ച് കൂടുതൽ സ്പേസ് ഉണ്ട്. പിന്നെ നമ്മള് ഫോർട്ട് കൊച്ചിയിലെ റെസിഡൻസുകാർക്ക് വീട്ടിൽ പുറത്തിറങ്ങാൻ പറ്റും. എല്ലാ വർഷം എങ്ങനെയാന്ന് വെച്ചാൽ 31-ാം തീയതി നമുക്കൊന്നും വീട്ടിന്റെ പുറത്തിറങ്ങാൻ പറ്റില്ല. അത്ര തിരക്കായിരിക്കും. നമ്മളുടെ വീട് പരേഡിന്റെ അവിടെ നിന്ന് 100 മീറ്റർ എന്തോ ഉള്ളെന്ന് തോന്നുന്നല്ലേ. ഞങ്ങളിപ്പോ ജസ്റ്റ് ഇവിടെ എന്താണ് അപ്ഡേറ്റ്സ് എന്ന് അറിയാൻ വേണ്ടി വന്നതാ. ഇപ്പൊ എല്ലാം സംവിധാനങ്ങളും സെറ്റ് ആക്കിയിട്ടുണ്ട്. തിരക്കിന് ഒരു കുറവില്ല. എവറി ഡേ യൂഷ്വൽ തിരക്ക് ഇനി 31-ാം തീയതി വരെ ഉണ്ടാവും. പിന്നെ വേറെ ഗ്രൗണ്ടിലത്തെ കാർണിവലിന്റെ എന്തൊക്കെയാന്ന് ഞാൻ ഇനി എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. അവിടെ എന്തോ ഗാനമേളയൊക്കെ നടക്കണ്ടെന്ന് തോന്നുന്നു. വീക്കാണോ മേടിക്കാല? കുറെ കടകളൊക്കെ ഉണ്ട്. ഇവിടെയാണ് ബെറ്റർ എന്ന് എനിക്കിന്ന് തോന്നണല്ലേ. തിരക്ക് പിന്നെയും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഒരു പുതിയ സാന്താക്ലോസിനെ കൂടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. Wow, this is so cool. അടിപൊളിയാണ്. എല്ലാ പോലീസ് വിഭാഗത്തിന്റെ ഓഫീസർമാരും വന്ന് ചെക്ക് ചെയ്ത് സെക്യൂരിറ്റി സേഫ്റ്റി ഒക്കെ സെറ്റായി. അവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയും പറഞ്ഞിട്ട് കുറെ നിർദ്ദേശങ്ങൾ വിദേശികൾക്ക് ആൾക്കാർക്ക് വന്ന് അവിടെ ഇരിക്കലായി. ലൈറ്റ് ഒന്നും മാറ്റിയിട്ടില്ല. ലൈറ്റ് തോരണം ആയിഷ. പൂരണിയല്ല എല്ലാം. ഇതായിരുന്നു ഇപ്രാവശ്യം സാന്താക്ലോസിന്റെ. ഐക്കിനിയാണോ കെട്ടണിയാണോ? ഐക്കിനിയല്ലേ ഇത് കണ്ടിട്ടുണ്ടാവുന്നത്. ഇത് ദൂരണയാട്ടോ. ഇപ്പൊ ഇവിടെ നിന്നൊരു ചേട്ടൻ പറഞ്ഞത് അഴിക്കണല്ല പണിയണയാന്ന് പറഞ്ഞിട്ട് റോഹൻ ചോദിക്കാൻ പോയിട്ടുണ്ട് കൺഫേം ചെയ്യാൻ. അറിഞ്ഞിട്ടില്ല ഇങ്ങനെയാണ്. ഇപ്പൊ ഞങ്ങൾ ന്യൂസ് ഫോണൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇവര് പണിയില്ലായിരുന്നു. അപ്പൊ ഇപ്പഴും പണിതുകൊണ്ട് തന്നെയല്ലേ ഇരിക്കണ അവര് പണിതുകൊണ്ടിരിക്കണ. അവരോടൊന്നും ഇൻഫർമേഷൻ ഒന്നും പാസ് ചെയ്തിട്ടില്ല. ആകെ ആ ഒരു മെസ്സേജ് എല്ലാവർക്കും കിട്ടിയല്ലോ. അവർക്ക് ഫോണിൽ കാണാൻ പറ്റിയ, അതായത് പേഴ്സണൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല അല്ലെ. ഇപ്പൊ സാന്താക്ലോസിന്റെ പണി അവർ തുടരുന്നതാണ്. അവർക്ക് ഒന്നും കൺഫേം ആയിട്ടില്ല. ഇതിപ്പോ ഉണ്ടോ ഇല്ലെന്നപ്പോ ഇതുവരെ കൺഫേം ആയിട്ടില്ല ഗൈസ്. ഐ തിങ്ക് ദർ ഇസ് എ പോസിബിലിറ്റി. കാരണം അല്ലെങ്കിൽ ഇവരിപ്പോഴും ഇത് പണിയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ആ ചേട്ടന്മാരെന്തിനാ എപ്പോഴും പണിയുന്നത് നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ ഏതെങ്കിലും ഒരു കഫേയിൽ പോവാന്ന് വിചാരിച്ചിരിക്കണേ. കാരണം ഇന്നിപ്പോൾ ഇവിടെ അത്യാവശ്യം തിരക്ക് കുറവുണ്ട്. ഇതൊരു പുതിയതാ ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ പ്ലാൻ ബി പോവാന്ന് വിചാരിച്ചത്. എങ്ങനെയുണ്ട് മെനു? പ്ലാൻ ബി പോവാന്ന് നോക്കി. ഇതാണ് നമ്മുടെ പ്ലാൻ ബി. ഇത് നമ്മുടെ കോഡ് ഹൗസ് എന്നാണ് ഈ വീടിനെ പറയണേ. കഴിക്കാൻ പറ്റുന്നതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്താ വിങ്സ് ഇവിടെ കിട്ടും. അത് തന്നെ കോഡ് ഹൗസ് ആണ്. ഇതും ആക്ച്വലി നമ്മുടെ ഫോർട്ട് കൊച്ചി ഹോട്ടലും ആക്ച്വലി കോഡറിന് തന്നെയാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഇവിടെ അടിപൊളി ഡെക്കോർ ചെയ്തിട്ടുണ്ട്. ഫുൾ എനിക്കൊന്നും മിക്ക സ്ഥലങ്ങളും ഫുൾ തന്നെ ആയിരിക്കും അല്ലേ. പക്ഷെ കൊറേ നാളായി പ്ലാൻ ബിയിൽ വന്നിട്ട് അല്ലേ. ക്ലബ് ഹൗസ് ഈ ക്ലബ് ഹൗസ് നോക്കാം എന്താന്ന്. ഇറ്റ് വാസ് എ സേഫ് ഓപ്ഷൻ ബിക്കോസ് അവിടുത്തെ ഫുഡ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടുത്തെ വിങ്സ് നിങ്ങൾ ട്രൈ ചെയ്യണം. അവിടെ ഹൗസ് ഓഫ് വിങ്സ്. ബാക്ക് ടു ക്ലബ് ഹൗസ്. ഇത് പ്രിൻസസ് സ്ട്രീറ്റിലാണ് വന്നത്. ക്ലബ് ഹൗസ് ഓർ ട്രോവേല വിചാരിച്ചു. ട്രോവേല പക്ഷെ നല്ല തിരക്കുണ്ട്. ഇവിടെയും ഉണ്ട് തിരക്ക്. പക്ഷെ ഒരു സീറ്റൊക്കെ നമുക്ക് അറ്റത്ത് വല്ലതും കിട്ടും. ഹായ് ഗായ്സ്, എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമായി. ബിക്കോസ് ഇറ്റ് ഹാസ് ഗോട്ടൻ എസ്തെറ്റിക് ടു ഇറ്റ്.
ഒരു ഡെക്കറേഷൻസ് ഒക്കെ ഓക്കെ. അതുമാത്രമല്ല, ടു മൈ സർപ്രൈസ് നമ്മളിവിടെ വന്നപ്പോൾ വൺ ഓഫ് ദ ക്യാൻവാസിൻ്റെ ഓണേഴ്സിനെ കണ്ടു. ഐ തിങ്ക് ഇറ്റ്സ് ദെയർ പ്ലേസ് വിച്ച് ഇസ് ക്രേസി ബിക്കോസ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ക്യാൻവാസ് ഭയങ്കര ഇഷ്ടമാണ്. ബാക്കിൽ മ്യൂസിക് പ്ലേ ചെയ്യേണ്ട, അതാണ് ഞാൻ വേഗം മൈക്ക് കണക്ട് ചെയ്തത്. നമ്മളിപ്പോൾ ഓർഡർ ചെയ്തേക്കണേ ഇവരുടെ സ്പെഷ്യൽ ഇൻ ഹൗസ് ഒരു ബർഗർ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ഫ്രാപ്പേ പറഞ്ഞിട്ടുണ്ട്. രോഹിന് ഡയറ്റ് കോക്ക് മതി എന്ന് പറഞ്ഞു. സോ ഫുഡൊക്കെ വന്നിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. ഞാൻ ഇതിൻ്റെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒരു പ്രോപ്പർ ഇംഗ്ലീഷ്, ഒരു ക്രിസ്മസ് അങ്ങനത്തെ ഒരു വൈബ് തോന്നിയില്ലേ? ഐ റിയലി ലൈക്ക് ഇറ്റ്. മൈ സ്ട്രോബെറി ഫ്രാപ്പേ ഈസ് ഹിയർ. എന്നോട് ഞാൻ ചോദിച്ചപ്പോൾ ഇറ്റ്സ് ജസ്റ്റ് സ്ട്രോബെറി, ലൈക്ക് പ്യുവർ സ്ട്രോബെറി ആണെന്ന് പറഞ്ഞത്. വേറെ സീക്രറ്റ്സ് ഒന്നുമില്ല, വിച്ച് ഇസ് ഗുഡ്. എനിക്ക് ഫ്ലേവർ ആഡ് ചെയ്യുന്ന ഇഷ്ടമല്ല. Our burger is here and it's huge, humongous. ഞാൻ ചോദിച്ചാൽ എത്ര മണി വരെ ഉണ്ടെന്ന്. 1 മണി വരെ ഉണ്ട്. സോ നമുക്ക് പയ്യത്തില്ല. മഷ്റൂംസ് ഒക്കെ വെച്ചേക്കണോക്കെ. ഓ മൈ ഗോഡ്, ഇത് 420 rupees-ആണ്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് വർത്ത് അല്ലേ? എന്ത് വലിയ ബർഗർ. ഇത് നമുക്ക് പകുതിയാക്കാം. നമുക്ക് നോക്കാം. ബേക്കണം നമ്മളിങ്ങനെ കഴിക്കും. മോഹന് ഭയങ്കര ഇഷ്ടമായി ബർഗർ. ഈസ് എൻജോയിങ് അല്ലേ? കഴിച്ച മെസ്സിയാണ്, കാരണം കുറേ സാധനങ്ങളുണ്ടായിരുന്നു അല്ലേ? ഭയങ്കര സ്റ്റഫായിരുന്നു. പക്ഷെ മഷ്റൂംസ് ഒക്കെ അടിപൊളിയല്ലേ? ഗായ്സ് ദ ബർഗർ ഭയങ്കര ഇഷ്ടമായി. ബേക്ക് ഇങ്ങനെ ഉണ്ട് നോക്കി. പാത്രം കാലി. റോഹൻ വെജീസൊക്കെ എനിക്കായിരുന്നു, പക്ഷെ എനിക്ക് ഇറ്റ് വാസ് ജസ്റ്റ് അമേസിങ്. ഞങ്ങൾ രണ്ടുപേരും വയർന്ന് അറിഞ്ഞു അല്ലേ? അത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഇറ്റ് ഫീൽസ് ലൈക്ക് ദിസ് ഫീൽസ് ലൈക്ക് ഫോർട്ട് കൊച്ചി, റൈറ്റ്? കറക്റ്റ് ഫോർട്ട് കൊച്ചിയുടെ ഒരു എസ്തെറ്റിക്സ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് പുറത്തോട്ട് നോക്കാനും രസമുണ്ട്. ആക്ച്വലി പുറത്തുനിന്ന് ഈ ബിൽഡിംഗ് കാണാനും ഭയങ്കര ക്യൂട്ടായിട്ട് അവർ ചെയ്തേക്കണേ. ആൻഡ് ക്യാൻവസിൻ്റെ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേഴ്സണലി ഇഷ്ടമുള്ള സ്ഥലമാണ്. ഞാൻ കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. സോ ഇവിടെ വന്നെയാണെങ്കിൽ ഇവരുടെ ബർഗർ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. എനിക്ക് ഈ സ്ട്രോബെറി ഫ്രാപ്പേ ഇഷ്ടമായി, പക്ഷേ ആർട്ടിഫിഷ്യൽ ഫ്ലേവറാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടമല്ല. ദിസ് ഇസ് ജസ്റ്റ് സ്ട്രോബെറി, പ്യുവർ സ്ട്രോബെറി മിൽക്കായിട്ട് മിക്സ് ചെയ്ത്. അത് തീർന്നു. ASMR. കുറച്ച് സ്ട്രോബെറി ഒക്കെ കടിക്കാനുണ്ടായിരുന്നു. നൈസ് ഇംഗ്ലീഷ് സോങ്സ്. കാരണം ആ ഒരു പണ്ടത്തെ യൂറോപ്യൻ, ബ്രിട്ടീഷ്, പോർച്ചുഗീസ്, ഡച്ച്. ആക്ച്വലി പരേഡ് ഗ്രൗണ്ട് എന്ന് വിളിക്കണേന് ഒരു കാര്യം, 3 കൺട്രീസിൻ്റെ പരേഡ് നടന്നിട്ടുണ്ട് അവിടെ. എനിക്ക് തോന്നുന്നു പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ്. ഇസ് ഗ്രേറ്റ് അല്ലേ? എനിക്ക് ആക്ച്വലി ഒരു ഫോർട്ട് കൊച്ചി സീരീസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാനിന്നലെ റോഹനോട് പറയുകയും ചെയ്തു. കാരണം കുറേ പേർക്ക് ഫോർട്ട് കൊച്ചിനെ അതിൻ്റെ ബീച്ചും കുറേ ബിൽഡിങ്സും അത് മാത്രമല്ലാതെ ഇതിന് കുറേ ഹിസ്റ്ററീസ് ഉണ്ട്. ഈവൻ നമ്മളുടെ ചേർച്ചിലെ, നമ്മുടെ ബസിലിക്ക പള്ളിക്ക് വരെ 500 വർഷത്തെ ചരിത്രമുണ്ട്. ആൻഡ് എനിക്ക് ഹിസ്റ്ററി ആക്ച്വലി ഇഷ്ടമാണ്. മീൻസ് നേരിട്ട് നമുക്കിതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണം, വിച്ച് ഇസ് ഗ്രേറ്റ്. സോ എനിക്ക് 2 സീരീസ് ചെയ്യാൻ പ്ലാനുണ്ട്. ഒന്ന് ഇതുപോലത്തെ ഫോർട്ട് കൊച്ചീസിലെ കഫേസ് ആൻഡ് ഗുഡ് ഫുഡ് സ്പോട്ട്സ്. സെക്കൻഡ്, എക്സ്പ്ലോർ ദ ഹിസ്റ്ററി ഓഫ് ഫോർട്ട് കൊച്ചി. അപ്രൂവ്ഡ് ആണോ? ഓക്കെ, നെക്സ്റ്റ് വീക്കെൻഡ്. അപ്പം ഇനിയിപ്പോൾ എന്താ പരിപാടി? നമ്മുടെ ഇവിടുത്തെ പരിപാടിയൊക്കെ റദ്ദാക്കിയത് കൊണ്ട് ബർഗർ ആണ് ഇവിടുത്തെ മെയിൻ. വളരെ ചെറിയൊരു മെനു അല്ലേ? വളരെ ചെറിയ മെനു. അത് നല്ലതാണ്, കാരണം ഞങ്ങൾക്ക് എപ്പോഴും ഭയങ്കര കൺഫ്യൂഷനാണ്. ഓർഡർ ചെയ്യാൻ കുറേ സാധനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണെങ്കിൽ ഇവിടുത്തെ ബർഗർ ട്രൈ ചെയ്യുക. ഞങ്ങൾ വിങ്സ് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു വിങ്സ് ഗോ ഫോർ ദ ബർഗർ എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ആക്ച്വലി തിന്നണം എന്നുണ്ടായിരുന്നില്ല, കാരണം ഹെവി ആവരുതല്ലോ. പക്ഷേ ഇത് 2 പേർക്ക് വയറ് പറഞ്ഞു. നല്ല ക്വാണ്ടിറ്റി ഉണ്ടല്ലേ? വെരി ഗുഡ്. നൗ ലെറ്റ്സ് ജസ്റ്റ് ഇൻഡൾജ് ഇൻ ദിസ്.
26-ാം തീയതി ആയിട്ടുള്ള ഇപ്പോഴേ പല റോഡുകളും ബ്ലോക്കൊക്കെ ചെയ്ത് തുടങ്ങി. മിക്ക വഴിയും തിരിച്ചു വിടുന്നതാണ്, കാരണം ഇപ്പോഴേ നല്ല തിരക്കുണ്ട്. വണ്ടി ഇവിടെ വെച്ചിട്ട് നടന്നു പോകാന്ന് വിചാരിച്ചു. ഇപ്പൊ തന്നെ നമ്മൾ കുറെ കറങ്ങി. നമുക്ക് അങ്ങോട്ടാ പോകാനുള്ളത്, അങ്ങോട്ടാ വെളി. നമ്മൾ അവിടെ നിന്ന് വന്നിട്ട് പക്ഷെ നമുക്ക് നേരെ പോകാൻ പറ്റില്ല. എന്തൊക്കെയല്ലേ, ആദ്യമായിട്ടായിരിക്കും ക്രിസ്മസ് കഴിഞ്ഞ ഉടനെ തന്നെ ഇത്ര തിരക്ക്. അല്ലെങ്കിൽ കറക്റ്റ് ന്യൂ ഇയർ ആകുമ്പോഴായിരിക്കും ഇത്രയും തിരക്കും റോഡൊക്കെ ബ്ലോക്ക് ചെയ്യുന്നതും. ഇതിപ്പോ കറക്റ്റ് ക്രിസ്മസ് ഇന്നലെ ആയിരുന്നു, ഇന്ന് തേഴ്സ്ഡേ ആണ്. ഓ മൈ ഗോഡ്, ഐ ഡോണ്ട് നോ വാട്ട് വി ആർ ഗോണ ഡു. ക്രിസ്മസ് കഴിഞ്ഞിട്ടും തിരക്കിന് ഒരു മാറ്റവുമില്ല. തിരക്ക് കൂടിയോ എന്നാണ് സംശയം. മേ ബി ആ ലൈറ്റൊക്കെ വന്നുകൊണ്ട് ആൾക്കാരെല്ലാവരും കാണാൻ വന്നേക്കണേ ഞാൻ തോന്നുന്നു. ഇപ്പോൾ ഇതേ കുറേ അധികം ഷോപ്സ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. പരേഡിൽ ഇതേ സാന്റക്ലോസിന്റെ പ്രിപ്പറേഷൻസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് ഉറപ്പില്ല. ഇവിടെ ടെന്റ് കെട്ടിയിട്ടുണ്ട്. ഇപ്പൊ പരിപാടിയൊന്നും ഇല്ല, ഫുൾ കാലിയാണ്. മിക്കവാറും സാറ്റർഡേ ഓർ സൺഡേ വല്ല DJ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ 31st നമ്മുടെ ഇത് സാൻഡേ ആണെന്നാണ് എൻ്റെ വിശ്വാസം, ഉറപ്പില്ല. പക്ഷെ നമ്മൾ പോയതേ തിരിച്ച് വീട്ടിലൊക്കെ എത്തി. ഇനി നമുക്ക് നമ്മുടെ കാർണിവൽ എല്ലാ പപ്പാനി കത്തികൾ പരിപാടിയിലോട്ട് കടക്കാം. സോ എനിക്കിപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്, കാരണം ചേട്ടന്മാർ ഇപ്പോഴും അവിടെ പപ്പാനിനെ പണി ചെയ്തുകൊണ്ടിരിക്കണേയായിരുന്നു. ആകെ ആ സ്റ്റേജ് മാത്രം പൊളിച്ചു മാറ്റുന്നതെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് അവർക്ക് കൺഫർമേഷൻ കിട്ടാത്തത് കൊണ്ടാണ് അവർ പറഞ്ഞത്. അപ്പം ഇനി നമുക്ക് കാർണിവൽക്കാരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടാവുമെന്ന് അറിയില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പറയുന്നതായിരിക്കും. പക്ഷേ DJ പരിപാടികളൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ വാസ്കോഡ ഗാമ സ്ക്വയറിലുണ്ടാവും. അതും ഇത്രയും വലിയ പ്രോഗ്രാംസ് ഒന്നും ആയിരിക്കില്ല. പിന്നെ നമ്മുടെ ഗാലാഡി, ഫോർട്ട് കൊച്ചിയുടെ അവിടെ നൈറ്റ്സ് യുണൈറ്റഡ്, അതാണ് ആ ക്രിസ്മസ് ട്രീ, നമ്മുടെ ബീച്ച് റോഡിലെ ചേട്ടന്മാർ, അവിടെ ഇന്ന് ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും പപ്പാനി കത്തികൾ ഈ പ്രാവശ്യം വെളിയിലുണ്ടാവും, ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ട്. ആരും മാറിപ്പോകരുത്, കാരണം ഇന്ന് കുറേ പേര് പാവങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. കുറേ പേര് ഞങ്ങൾ വന്ന വഴി നോക്കിയപ്പോൾ ബെഡ്ഷീറ്റൊക്കെ കൊണ്ട് ഗ്രൗണ്ടിൽ വിരിച്ചിട്ട് അവർ ഇരിക്കാൻ പോണിയായിരുന്നു. അവസ്ഥ ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം മിക്ക രജിസ്ട്രേഷനും ദൂര സ്ഥലങ്ങളിലെ രജിസ്ട്രേഷൻ 3, 13, 14, ലൈക്ക് മിക്കതും ദൂര സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ ട്രാവൽ ചെയ്ത്, ന്യൂ ഇയർ ആവാൻ ഇനി 2-3 ദിവസം ഉണ്ട്. അതിന് മുന്നേ തന്നെ ആൾക്കാർ ട്രാവൽ ചെയ്ത് വന്നതാണ്. ഇപ്പോൾ പെട്ടെന്ന് ഇവർ ആരും എക്സ്പെക്ട് ചെയ്യാത്തൊരു ന്യൂസ് ആയിരുന്നു. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താണെങ്കിലും നിങ്ങൾ വിഷമിക്കണ്ട, വെളിയിൽ പപ്പാനി കത്തികളൊക്കെ ഉണ്ടാവും. അവിടെ അതിന് വേണ്ടിയുള്ള എല്ലാ സേഫ്റ്റി മെഷേഴ്സും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ടോയ്ലറ്റ് സംവിധാനങ്ങളുണ്ട്. അതുമാത്രമല്ല ഇങ്ങനെ ഡിവിഷനൊക്കെ ചെയ്തിട്ടുണ്ട്. നടുക്ക് അവരൊരു ഗ്യാപ്പ് വിടും എന്ന് പറഞ്ഞു. എന്തെങ്കിലും ആൾക്കാർക്ക് എന്തെങ്കിലും ശ്വാസം മുട്ടൽ എന്തെങ്കിലും എമർജൻസി ആയിട്ട് പോകണം എന്ന് വിചാരിച്ചാൽ ആ ഒരു ഗ്യാപ്പിൽ കൂടി ആൾക്കാർക്ക് പെട്ടെന്ന് നടന്നു പോവാം. കഴിഞ്ഞ വർഷമാണെങ്കിലും മുന്നത്തെ വർഷമൊക്കെ അതാണ് പറ്റിയത്. ആൾക്കാർ കുറേ പേര് ശ്വാസം മുട്ടി. കാരണം ഇവിടെ 3.5 ഏക്കർ സ്ഥലമാണ് നമ്മുടെ പരേഡ് ഗ്രൗണ്ടിലുള്ളത്. വെളിയിൽ നമുക്ക് 7.5 ഏക്കർ സ്ഥലമുണ്ട്. ഞാൻ ആക്ച്വലി സത്യം പറയട്ടെ, ഞാൻ ആക്ച്വലി വിചാരിച്ചത് ഈ പ്രാവശ്യം തിരക്കുണ്ടാവില്ലെന്ന്. കാരണം കഴിഞ്ഞ 2 വർഷമായിട്ട് ആൾക്കാർ കുറേ ബുദ്ധിമുട്ടി ഈ തിരക്കിൽ. ഞാൻ വിചാരിച്ചു ഇനി ആൾക്കാർ ഇത്രയും വരില്ലെന്ന്. പക്ഷേ ടു മൈ സർപ്രൈസ് ക്രിസ്മസിനൊക്കെ ഡബിൾ തിരക്കായിരുന്നു. വിൽ ബി ബെറ്റർ, വെളിയിലും കൂടി ഉള്ളത് നല്ലതായിരിക്കും. പരേഡിലുണ്ടെങ്കിലും വെളിയിലും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മൊത്തം ക്രൗഡിനെ സ്പ്ലിറ്റ് ചെയ്യാനിത് നല്ലതായിരിക്കും. പിന്നെ വെളിയിലാണെങ്കിലും പോലീസ് പ്രൊട്ടക്ഷൻ, ക്യാമറ സർവൈലൻസ്, ഫയർഫോഴ്സിന്റെ വണ്ടി ഉണ്ടാവും, ആംബുലൻസ് ഉണ്ടാവും, വിച്ച് ഇസ് ഓൾ ഗ്രേറ്റ്. വെഹിക്കിളൊന്നും കടത്തിവിടാൻ സാധ്യതയില്ല. നമ്മുടെ കാർണിവൽ പോലെ തന്നെ ആയിരിക്കും. വെളിയിൽ നിന്നല്ലേ തുടങ്ങണേ, അപ്പോൾ വെളിയിൽ അവിടെ നിന്ന് പിന്നെ വെഹിക്കിളൊന്നും ചിലപ്പോൾ കടത്തി വിടില്ല. നിങ്ങൾ കുറച്ച് ദൂരെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നു വരുന്നതായിരിക്കും നല്ലത്. ഇൻ കേസ് നിങ്ങൾ വണ്ടിയിൽ വന്നാലും പിന്നെ നിങ്ങൾക്ക് അത് തിരിച്ച് എടുത്തുകൊണ്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓരോ സംവിധാനത്തിൻ്റെ കാര്യം, അത് 4 മണി വരെ വാഹനങ്ങൾ കടത്തിവിടും, 7 മണി വരെ ആൾക്കാരെ കടത്തിവിടും. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് 12 മണിക്ക് ശേഷമായിരിക്കും അത് ഓപ്പൺ ചെയ്യുന്നത്. തിരിച്ച് 12 മണിക്ക് ശേഷം ആൾക്കാരെ മാത്രം തിരിച്ച് കടത്തിവിടുന്നതായിരിക്കും. പിന്നെ വാട്ടർ മെട്രോ ഉണ്ട്, നിങ്ങൾക്ക് മറൈൻ ഡ്രൈവിൽ നിന്ന് വാട്ടർ മെട്രോ എടുക്കാം. അല്ലെങ്കിൽ പിന്നെ വൈപ്പിൻ റോറോ, അല്ലെങ്കിൽ പിന്നെ ബസ് ഉണ്ടാവും. ബസ് എനിക്ക് തോന്നുന്നു 9 മണി വരെ ബസ് ഉണ്ടാവും. ഇതൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ. ആസ് ഐ സെഡ്, there was a good news and there is a bad news. അപ്പോൾ ഇനിയിപ്പോൾ എന്തൊക്കെയായിരിക്കും കാര്യങ്ങൾ എന്നറിയില്ല. ഞാൻ എന്തായാലും DJയും കാര്യങ്ങളൊക്കെ
ഞങ്ങൾ പേഴ്സണലി അങ്ങനെ പോകാറില്ല. ഐ തിങ്ക് മെജോറിറ്റി ഫോർട്ട് കൊച്ചിക്കാർ ഇതിലൊന്നും ഇടപെടാറുണ്ടാവില്ല. പക്ഷെ ഞാൻ നിങ്ങൾ എന്തെങ്കിലും കാണിക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കണമായിരുന്നു. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് പരിപാടികൾ എന്ന് ഒരു ഐഡിയ ഇല്ല സത്യം പറഞ്ഞാൽ. ഇത് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. കുറേ ആൾക്കാരും അതറിയാതെ വന്നവരുണ്ട്. അപ്പം ഞാൻ എത്രയും വേഗം ഈ വീഡിയോ എഡിറ്റ് ചെയ്തിടും. കാരണം വേറെ ആരെങ്കിലും ഇപ്പോൾ DJ ഉണ്ടെന്നൊക്കെ വിചാരിച്ച് വന്ന് നിങ്ങളുടെ സമയങ്ങളിൽ ഇനി ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ഫോർട്ട് കൊച്ചിയിലെ വിവാദങ്ങൾ അല്ലേ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മൊത്തം നമ്മുടെ ഫോർട്ട് കൊച്ചിയാണ് ന്യൂസിലൊക്കെ. ആൻഡ് ഈ സത്യം പറഞ്ഞാൽ ഓണസ്റ്റ്ലി പപ്പാനിയുടെ ഇതൊരു ഇഷ്യൂ ആക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ആക്ച്വലി എല്ലായിടത്തും പപ്പാനി കത്തിക്കുന്നുണ്ട്. അവരും അപ്പോൾ കത്തിച്ചോട്ടെ എന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു. ഈ ഒരു സ്റ്റേയുടെയും ഹൈക്കോടതി വരെ പോകേണ്ട ആവശ്യമില്ലായിരുന്നു എനിക്ക് തോന്നിയത്. എന്താണെങ്കിലും ഇപ്പോൾ നമ്മുടെ ഗാലാഡിയുടെ മെമ്പേഴ്സൊക്കെ ദേ ആർ ഹാപ്പി ആൻഡ് മൈ മോം ആൻഡ് ഡാഡ് ആർ ഹാപ്പി ആൻഡ് ഇറ്റ്സ് ഓൾ ഗോയിങ് ഗുഡ്. ഐ ഹോപ്പ് എവറിത്തിങ് ടേൺസ് ഔട്ട് ഗ്രേറ്റ്. നിങ്ങൾ വരണയാണെങ്കിൽ എല്ലാവരും സുരക്ഷിതമായിട്ട് ഇരിക്കുക. തിരക്ക് മാത്രമുള്ളൊരു പ്രശ്നം, അല്ലാതെ വേറെ സേഫ്റ്റി ഇഷ്യൂസ് ഒന്നും ഇല്ല. എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞുങ്ങളായിട്ട് വരുന്നത് സേഫ് ആണോ എന്ന് ചോദിച്ചു. വേറെ നിങ്ങൾക്ക് സേഫ്റ്റി ഇഷ്യൂസ് അല്ല, തിരക്ക് മാത്രമാണ്. അത് നമ്മൾ തന്നെ കെയർഫുൾ ആയിരിക്കണം. ശ്വാസം മുട്ടൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരാണെങ്കിൽ ഐ വുഡ് സേ ആംബുലൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മളുടെ കാര്യം നമ്മൾ തന്നെ നോക്കണം, നമ്മൾ പ്രിക്കോഷൻ എടുക്കണം. സോ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഗൈസ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ ഓഫ് യു. ഞങ്ങളൊക്കെ പോകാൻ ചാൻസ് ഇല്ല ഈ പപ്പാനി കത്തിങ്ങളൊക്കെ. നമ്മുടെ ഇവിടെ റെസിഡൻസിൻ്റെ ഇവിടെ തന്നെ ആയിരിക്കും പരിപാടി. എന്തായാലും ഞാനാണെങ്കിൽ ഞാൻ അച്ഛനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ച് ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എന്ത് അപ്ഡേറ്റ് വന്നാലും ഞാൻ ഉടനെ വീഡിയോ ഇടാം. സോ ഡോണ്ട് വെറി ഗൈസ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കൂ. ലോട്ട്സ് ഓഫ് ലവ് ടു ഓൾ ഓഫ് യു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ലോട്ട്സ് ഓഫ് ലവ് ടു ഓൾ ഓഫ് യു. ബൈ.